മീൻ വെള്ളത്തിൽ കിടക്കും. ഓ തീ പിടിച്ചേ. ഇങ്ങോട്ട് വാ. തുമ്പി എവിടെ അടി? അപ്പോഴേ ഞാൻ വിചാരിക്കും എൻ്റെ മക്കൾ കുഞ്ഞല്ലേ, അവരെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോയിട്ട്. അങ്ങനെ ഞാനിപ്പോൾ കാര്യം പറഞ്ഞ് ഉള്ളിയും ചുട്ട് ഇഞ്ചിയും ചുട്ടിട്ടുണ്ട്. തേങ്ങയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ചമ്മന്തി ഉണ്ടാക്കാം. പിന്നെ ചമ്മന്തി എന്ന് പറഞ്ഞാൽ ഈ തേങ്ങ ഈ കഷ്ണങ്ങളാക്കി പൊട്ടിച്ച് കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. കഷ്ണങ്ങളാക്കി കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഈ പൂപ്പൊക്കെ ചുരണ്ടി വെച്ചിരിക്കുകയാണ്. അപ്പം ഇതെന്തിനാണെന്നല്ലേ ഇങ്ങനെ ചമ്മന്തിക്ക് എടുക്കണത്. ഇന്നിങ്ങനെ ഉണ്ടാക്കി നോക്കാം നമുക്ക്. പിന്നെ ഒരിച്ചിരി അത്യാവശ്യം ഒരു വലിയ കഷ്ണം ഇഞ്ചി, പിന്നെ അഞ്ചാറ് കഷ്ണം ഉള്ളി. പിന്നെ എന്നിട്ട് നമുക്ക് ഈ തേങ്ങ ഉണ്ടല്ലോ, ഈ തേങ്ങ ഇതിനെ നമുക്ക് കമ്പിയിലോട്ട് കുത്താം. എല്ലാം കമ്പിയിലോട്ട് കുത്തി നമുക്ക് ഗ്യാസ് അടുപ്പിലോട്ട് വെച്ച് ചുട്ടെടുക്കാം. അതുപോലെ ഇഞ്ചിയും ഉള്ളിയും ചുട്ടെടുക്കണം. അപ്പം നമുക്ക് ചുട്ടെടുക്കാം. ഇങ്ങനെ കമ്പിയിലോട്ട് ആക്കി കൊരുക്കാം. ഇത് ഭയങ്കര പാടാണ് കേട്ടോ. ഇത് ഒന്നാമത് ഒരു കൈ വയ്യാത്തതുകൊണ്ട്, ഒടിഞ്ഞ കൈ ആയതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ഇത് കൊരുക്കാൻ. ഇങ്ങനെ കൊരുക്കണം. കണ്ടല്ലോ, ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എങ്കിലും നല്ല ടേസ്റ്റി ചമ്മന്തി നമുക്ക് കഴിക്കാം. കഞ്ഞി കുടിക്കാനും ചോറിനും എല്ലാത്തിനും അടിപൊളിയാണ്. ഇങ്ങോട്ടാക്കണം ഇത്. ഇതിങ്ങനെ ഇങ്ങോട്ടാക്കി കൊടുക്കണം. ആക്കിയാലേ നമുക്ക് ബാക്കി കൊരുക്കാൻ പറ്റും. ഇച്ചിരി കഷ്ടപ്പെടണം കേട്ടോ, ഒത്തിരി പാടുപെടണം. പണ്ടൊക്കെ നമ്മളെ ഉമ്മയൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി തരുമായിരുന്നു. അമ്മക്ക് അങ്ങനെ അന്ന് മീനൊന്നും കാണത്തൊന്നുമില്ല. പിന്നെ പനിയായിട്ടൊക്കെ കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചമ്മന്തി അരച്ച് എന്തൊരു ടേസ്റ്റാണെന്നറിയാത്. ആദ്യം നമുക്ക് തേങ്ങ ചുട്ടെടുക്കാം. കമ്പി വളയുമെന്തോ. ആദ്യം ഈ തേങ്ങ നമുക്ക് ചുട്ടെടുക്കാം. ഗ്യാസ് കത്തിച്ച് ഇനി ഈ തേങ്ങ ഇങ്ങനെ ഗ്യാസിലോട്ട് ഇത്തിരിയേരം ഇങ്ങനെ വെക്കണം കേട്ടോ. എങ്കിലേ ഇത് വേണ്ട. കുറച്ച് നേരം ഇങ്ങനെ വെച്ചേക്കണം. ഈ പണ്ടൊക്കെ കണലിലിട്ടൊക്കെ ചുടുമായിരുന്നേ. കണൽ എനിക്ക് അടുപ്പിൽ പോയി കത്തിക്കത്തില്ല. ഇവിടെ ഈ റെൻറ്റിനായതുകൊണ്ട് ഇതിനകത്തൊന്നും അടുപ്പുമില്ല. പിന്നെ നമ്മൾ റെൻറ്റിനാണ് താമസിക്കണം. അപ്പോഴത്തേക്ക് അകത്ത് അടുപ്പില്ല. ഗ്യാസിൽ തന്നെ എല്ലാം ഉണ്ടാക്കണത്. പിന്നെ കറണ്ട് അടുപ്പിലാണ് ചോറ് വയ്ക്കണത്. പിന്നെ അടുപ്പുണ്ട് വെളിയിൽ ഷെഡിൽ. ഞാൻ ചുടുകട്ട കൂട്ടി പിന്നെ ചോറൊക്കെ വയ്ക്കുമായിരുന്നു. അങ്ങനെ ആയപ്പോഴാണ് വീണ് കൈ ഒടിഞ്ഞ് സർജറി കഴിഞ്ഞ്. ഇപ്പോൾ 5 മാസം ആവാറായി സർജറി കഴിഞ്ഞിട്ട്. അപ്പോൾ പിന്നെ കൈക്ക് ഭയങ്കരമായ ബുദ്ധിമുട്ട്. തോളിന് പ്രശ്നമാണ് കേട്ടോ. തോളെല്ലിൻ്റെ അങ്ങോട്ട് ക്രാച്ച് വീണ്. അപ്പോൾ എനിക്ക് കൈ നേരെ പൊങ്ങത്തുമില്ല. ആ കൈ നീണ്ടു വരില്ല. ഇടത് കൈയാണ്. അപ്പോൾ എന്നാലും ഞാൻ ഈ ഒരു കൈ 2 കൈക്ക് കൊടുക്കാനുള്ള ബലം ഞാൻ ഈ ഒരു കൈ കൊണ്ട് ചെയ്യും. പിന്നെ ചെയ്യാതിരുന്നാൽ തിരിയും എന്ന് വിചാരിച്ചിട്ട് എല്ലാം ചെയ്യും. പിന്നെ അങ്ങനെ എനിക്ക് സ്റ്റെപ്പ് ഡോക്ടർ പറഞ്ഞു ഇനി വീഴാതെ ശ്രദ്ധിച്ചോളണം. സ്റ്റെപ്പൊന്നും കയറി ഇറങ്ങുകയും ചെയ്യുമ്പോഴൊക്കെ പെട്ടെന്ന് എല്ല് ഒടിയും. കാൽസ്യത്തിൻ്റെ കുറവുണ്ട്. ലെനോ വന്നാ? ഓ എൻ്റെ കുട്ടി വന്നാ? എവിടെയായിരുന്നു എൻ്റെ മുത്ത്? ലെനോ, ഉമ്മച്ചിയുടെ പൊന്നെവിടെ? ഉമ്മച്ചിയുടെ മുത്തെവിടെ? സ്വർണ്ണ കനി എവിടെ? എവിടെ പോയിരുന്നേ? നീ വായൊക്കെ എവിടെ പോയിരുന്നു ലെനോ? ഇങ്ങോട്ട് വാ. തുമ്പി എവിടെ അടി? കാട് വാല. അവൻ്റെ വാല് നല്ല രസമാണ് കേട്ടോ. വിടർന്ന വാലാണ്. ലെനോനെ വാലെവിടെ? ലെനോനെ വാല്. ഇങ്ങോട്ട് വാ ലെനോ. ഇനി ഒന്നാണ് ഒരു ഉമ്മ അവിടെ പൊന്നെ.
ഇതാണ്ട് തേങ്ങ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. എന്താ തീ പിടിച്ച് തീ അണച്ചു. പക്ഷെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ചുട്ടരച്ച ചമ്മന്തി ഉണ്ടല്ലോ. ഇപ്പം ആരും ഇങ്ങനെയൊന്നും മെനക്കെടുത്തൊന്നുമില്ല. അങ്ങോട്ട് എത്തിപ്പിലും തേങ്ങയും തിരുവി ഉള്ളിയും പുളിയും കൂടെ ഇട്ട് ഉപ്പും ഇട്ട് മുളക് പൊടി ഇട്ട് മിക്സിയിലിട്ടിട്ട് ഒരു കറക്കറി. ഇതിപ്പോൾ മിക്സിയിൽ തന്നെ കേട്ടോ, ഇവിടെ അമ്മിയൊന്നുമില്ല. മിക്സിയിൽ തന്നെ ഞാൻ അരയ്ക്കാൻ പോണത്. കുറച്ചുകൂടെ ചെറിയ ചെറിയ പീസാക്കും ചൂടാറിയതിന് ശേഷം. നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ലെനോ എൻ്റെ കുട്ടി എവിടെ? ലെനോ എന്നാടാ മീൻ്റെ നാറ്റം കേട്ട് വന്നതാണ് പുള്ളിക്കാരൻ. മീൻ വെള്ളത്തിൽ കിടക്കും. ഓ തീ പിടിച്ചേ, അത് കാര്യമാക്കണ്ട കേട്ടോ. ചെറിയ തീയിലിട്ട് കൊടുക്കാം എന്ന് പറഞ്ഞാൽ ഇത് 8:30 മണിക്ക് ഒന്ന് കറണ്ട് പോകുമെന്ന് മെസ്സേജ് വന്നു. ഇനിയിപ്പോൾ വൈകിട്ട് 5 മണിക്കൊക്കെ വരും, ചിലപ്പോൾ ഇടയ്ക്ക് വെച്ച് വരും. മുമ്പൊക്കെ കണലിലിട്ട് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ. കണലിലിട്ടായാലും ഇങ്ങനെ ആയാലും ചുട്ട് നല്ല ഇതാണ്. അമ്മമാരൊക്കെ പണ്ടൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി അമ്മിയിൽ അരച്ചൊക്കെ തരുമായിരുന്നു. അപ്പം പിന്നെ ഉമ്മാക്ക് ഓർമ്മയൊന്നുമില്ല. വാപ്പ ഇല്ല, വാപ്പ മരിച്ചുപോയി. ഷുഗറൊക്കെ വന്നു, കാല് പഴുത്തങ്ങനെ മുറിച്ച്. അപ്പം മരിച്ചിപ്പോൾ ഒരുപാട് വർഷമായി. ഉമ്മാക്കിപ്പോൾ ഓർമ്മയൊന്നുമില്ല. ജീവിതമൊക്കെ പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് പിന്നെ വാപ്പ കുഞ്ഞുനാളിലെ പോയായിരുന്നു, ഉപേക്ഷിച്ചിട്ട് പോയായിരുന്നു. എൻ്റെ 4 വയസ്സുള്ളപ്പോൾ പോയതാണ്. എങ്കിലും സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. വേറെ പോയി കല്യാണമൊക്കെ കഴിച്ചു സഹകരണമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് എനിക്ക് അറിവൊന്നും ഇല്ലായിരുന്നല്ലോ, കുഞ്ഞല്ലേ, 4 വയസ്സുള്ളപ്പോൾ എത്രയും ഓർമ്മ വരണം. അങ്ങനെ ആ ഉമ്മാരെ അവസ്ഥ തന്നെ കേട്ടോ എനിക്ക്. ഞാൻ ഡിവോഴ്സാണ്. അതേ അവസ്ഥയിലൂടെ തന്നെയാണ് ഞാൻ, അതിന് മേലെയാണ് ഞാൻ കടന്നു പോയത്. ഞാൻ ഒരുപാട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതുപോലെ ഇപ്പം കഴിഞ്ഞ നോമ്പിനാണ് ഞാൻ ഡിവോഴ്സായത്. അവിടുത്തെ ആളിൻ്റെ വീട് വിട്ടിറങ്ങിയിട്ട് 2 വർഷമായി. ഡിവോഴ്സായിട്ട് 1 വർഷമായി. അതേ അവസ്ഥയാണ്. 2 മക്കളും ഉണ്ട്. ഉപദ്രവം സഹിക്കാൻ വയ്യാതായപ്പോൾ മക്കൾ എന്നെ പറഞ്ഞു, നിങ്ങളെന്തിനും കിടന്ന് സഹിക്കണം, ഇറങ്ങും, നമ്മൾ വലുതായില്ലേ, നമ്മൾ കുഞ്ഞുനാളിലേ അവരെ സഹിക്കണം. അപ്പോഴേ ഞാൻ വിചാരിക്കും എൻ്റെ മക്കൾ കുഞ്ഞല്ലേ, അവരെയും കൊണ്ട് ഞാൻ എങ്ങോട്ട് പോകും, എൻ്റെ വീട്ടിൽ വന്നാൽ പറയും അങ്ങ് പോകുന്നല്ലേ പറയൂ. അത് എല്ലാവരും അങ്ങനെ തന്നെ പറയണത്. ഇത്ര നമ്മൾ വിഷമങ്ങളും ദുഃഖങ്ങളും വീട്ടിൽ വന്ന് പറഞ്ഞാൽ അത് സഹിച്ച് ജീവിക്കണമെന്നല്ലേ പറയൂ. അവസാനം ലാസ്റ്റൊന്നും സഹിക്കാൻ വയ്യാതായി പിന്നെ നമ്മളെ കണ്ണു മുന്നിലൊക്കെ ആകുമ്പോഴത്തേക്ക് ഓപ്പോസിറ്റൊക്കെ ആകുമ്പോൾ നമ്മളെ കൊണ്ട് സഹിക്കാൻ പറ്റും. ദൂരെ പോയ പിന്നെ നമ്മൾ വിചാരിക്കൂലേ, രാവിലെ അങ്ങ് ഇറങ്ങി പോവേലേ, എന്നിട്ട് വൈകിട്ട് വരും, രാത്രിയൊക്കെ വരും. എന്നാലും അങ്ങനെ ഉണ്ടെങ്കിലും വേറൊരില്ല. പിന്നെ ഭയങ്കര മദ്യപാനം എന്ന് പറഞ്ഞാൽ നമ്മളെ സഹിക്കാൻ പറ്റില്ല. വീട്ടിലുള്ള സാധനങ്ങളെല്ലാം തകർക്കും. എല്ലാം തകർക്കണം എന്ന് പറഞ്ഞാൽ അടിച്ച് പൊട്ടിച്ച് ലാസ്റ്റൊക്കെ ആയപ്പോൾ ഭയങ്കരമായി ഉപദ്രവവും. പിന്നെ വീട്ടിൻ്റെ മുന്നിലൊക്കെ ഞാൻ അങ്ങനെ ഓരോരോ കൺമുന്നിലൊക്കെ കണ്ട് പിന്നെ അടിയും സഹിക്കാൻ വയ്യാതായി. പിന്നെ ഇറങ്ങി. ആളിൻ്റെ വീടായിരുന്നു, അതുകൊണ്ട് ആളിനൊരു വിജയമാണ്. പോയാൽ എങ്ങോട്ട് പോകുമെന്നുള്ളൊരു ധാരണയായിരുന്നു. അങ്ങനെയൊക്കെ ആയി. ഇനി നമുക്ക് ഇതിൻ്റെ ചൂടാറട്ടെ. ഇത് ഇങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ചൂടാറണം. ചൂടാറിയതിന് ശേഷം നമുക്കിതിൽ നിന്ന് മാറ്റി കൊടുക്കാം. അങ്ങനെ തേങ്ങ ചുട്ട് മാറ്റിയിട്ടുണ്ട്. ഇനിതാ ഉള്ളിയും ഇഞ്ചിയും കൂടെ ചുട്ടെടുക്കാം. ഇഞ്ചി ഇതിൻ്റെ അറ്റത്തിരിപ്പുണ്ട്. ഇതാണ്ട ഉള്ളി. അപ്പം ഇത് നമുക്ക് ചുടാം. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. എല്ലാവരും വീഡിയോസുകൾ കയറി കാണണം. ഞാൻ എല്ലാ വീഡിയോയിലും ഞാൻ എൻ്റെ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ പാചകത്തിൻ്റെ ഇടയിലൊക്കെ ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം മുതൽ അവസാനം വരെ കയറി കാണണം. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ ഇനി ഒരു വീടില്ല, അതാണ് വിഷമം.
ആദ്യമൊക്കെ മനസ്സിൽ വിചാരിച്ച് അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തേലും ചെയ്യും, എങ്ങോട്ട് പോകും എന്നുള്ള. അവരവരെ വീട്ടിലൊക്കെ കൂടിപ്പോയി 5 ദിവസമൊക്കെ ഭക്ഷണം തരും. പിന്നെ എല്ലാവരും ഒരേ കുടുംബമായിട്ട് കഴിയണമല്ലേ. അങ്ങനെയൊക്കെ ഉള്ള ഒരു വിഷമങ്ങളുണ്ടായിരുന്നു. പിന്നെ മക്കളെ പഠിത്തങ്ങൾ പല വഴിക്ക് കിടക്കണം. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഒന്നിനും പറ്റാത്തൊരു സാഹചര്യം ആയിപ്പോയി. പിന്നെ എല്ലാം സഹിച്ച് തന്നെ ഭൂമിയോളം എങ്ങനെ താരാൻ പറ്റുമോ അത് അങ്ങേറ്റം താന്ന് സഹിച്ച് മുന്നോട്ട് പോയി. അങ്ങനെ ഒരുപാട് ഇടിയും കൊണ്ട് എല്ലാം ഒരു ഉള്ളി ഇവിടെ വീണാട്ടോ. ഇങ്ങനെ ഇപ്പം സമാധാനമുണ്ട്. മക്കളൊക്കെ വലുതായി കഴിഞ്ഞാൽ പിന്നെ അവർ വിചാരിക്കൂലേ, തള്ളമാരെയൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇടിക്കുകയൊക്കെ ചെയ്ത് പിന്നെ സ്നേഹമില്ലാതെയൊക്കെ വന്നു കഴിഞ്ഞാലും അങ്ങനെയൊക്കെ ആകുമ്പോഴത്തേക്ക് അവരെ കൊണ്ട് താങ്ങാൻ പറ്റൂല. ഞാൻ പറഞ്ഞു ഇങ്ങനെ സഹിച്ച് നമുക്ക് കിടക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷെ നമുക്ക് മദ്യപാനാണെങ്കിൽ നമുക്ക് എങ്ങനെയെങ്കിലും മാറ്റിയെടുക്കും. പക്ഷെ മറ്റേ ആ ഒരു രീതി നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ, നമ്മളെ കൊണ്ട് ഒക്കൂല. ദൂരോട്ടൊക്കെ ആണെങ്കിലും വേണ്ടൂല. പക്ഷേ കണ്ണു മുന്നിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മളെ കൊണ്ട് താങ്ങാൻ പറ്റൂല. അറിഞ്ഞില്ലായിരുന്നു ഞാൻ. എൻ്റെ കണ്ണു മുന്നിൽ നടന്ന കഥകൾ ഒന്നറിയാമായിരുന്നെങ്കിലും ഞാൻ ഒരുപാട് വർഷം കൊണ്ട് സഹിച്ചു പോയി. 10-20 വർഷം കൊണ്ട് ഒരു കൺമുന്നിൽ കണ്ടിട്ട് ഞാൻ സഹിച്ചു പോയി. പക്ഷേ പിന്നെ എന്നെ കൊണ്ട് അല്ലാതെ പിന്നെ ഈ പ്രവൃത്തിയാണെന്ന് അറിഞ്ഞപ്പോൾ എന്നെ കൊണ്ട് അത് ഒരു പെണ്ണിനെ കൊണ്ട് താങ്ങാൻ പറ്റൂല. അങ്ങനെ പറ്റണില്ല, സഹിക്കാൻ പറ്റാതെ ആയിപ്പോയി. പിന്നെ ഇറങ്ങി അവിടെ നിന്ന് ഒന്നും എടുത്തൊന്നുമില്ല കേട്ടോ. നമുക്ക് ഇടാനുള്ള ഡ്രസ്സും പാത്രങ്ങളൊക്കെ മോനാണ് പിന്നെ മേടിച്ചത്. അവൻ ഒരുപാട് കഷ്ടപ്പെട്ടായിരുന്നു. മോന് ജോലി കിട്ടിയിട്ട് ഒരു 4 വർഷമൊക്കെ ആയി. പഠിച്ച് എൻജിനീയറിങ്ങാണ് പഠിച്ചത്. നല്ലോണം പഠിക്കും. 2 മക്കളും പഠിക്കും. മോൾ LLB ആണ്. അപ്പോൾ പഠിച്ചവർ നല്ലതുപോലെ പഠിച്ച് മോന് ജോലിയായി. മോള് പഠിച്ചിറങ്ങിയില്ല, LLB. അങ്ങനെയായി. അവന് ജോലി ആയതിന് ശേഷം ആൾ വരുത്തി വയ്ക്കണ കടങ്ങൾ മൊത്തം ലോൺ എടുക്കും. ലോൺ എടുത്തിട്ട് ആൾ വന്ന് വീടും പെരയിടവും വെച്ച് ലോൺ എടുക്കും. നമ്മളാണെങ്കിൽ വിചാരിക്കും നമ്മളെങ്ങോട്ട് പോകും. ഞാൻ വിചാരിക്കും 2 മക്കളെ കൊണ്ട് എങ്ങോട്ട് പോകുമെന്ന് വിചാരിച്ചു കരഞ്ഞും കണ്ണീരൊഴിപ്പിച്ചും. പിന്നെ അവസാനം ലാസ്റ്റ് ഞാൻ തൊഴിലുറപ്പിന് പോകുമായിരുന്നു. മോൾക്ക് വണ്ടിക്കൂലിയൊക്കെ കൊടുക്കണ്ടേ. ട്രിവാൻഡ്രം അറ്റം വരെ പോകണമെങ്കിൽ ഒരു ദിവസം വെള്ളം കുടിക്കാതെ 150 രൂപ ആകുമായിരുന്നു. പിന്നെ 200 രൂപ ദിവസവും കൊടുത്തു വിടുമായിരുന്നു. ഒരു വഴിയാത്ര പോകണമല്ലേ. അതെല്ലാം മോൻ്റെ അടുത്ത് എന്ന് ചോദിക്കണം. പിന്നെ വീട്ടിലെ കാര്യങ്ങളെല്ലാം വന്നോ. ജോലി കിട്ടിയതിന് ശേഷം മൊത്തം മോനാണ് നോക്കണം. പിന്നെ ആളിൻ്റെ അടുത്ത് ആൾ ജോലിക്ക് പോയാലും പൈസ തരത്തൊന്നുമില്ല. ചോദിച്ച് കിഴിഞ്ഞ് ചോദിക്കണം. ചോദിക്കുമ്പോൾ അലച്ചും പറഞ്ഞൊക്കെയാണ് തരുന്നത്. പിന്നെ ആൾ വരുത്തി വെച്ച കടങ്ങൾ പിന്നെ അവൻ തീർക്കണം. അവനെ ഈ തുച്ഛായ പ്രൈവറ്റ് കമ്പനിയിലാണ് ജോലി. തുച്ഛായ ശമ്പളത്തിൽ അവൻ ഒരു കുടുംബം മൊത്തവും നോക്കണം. പിന്നെ മോളെ കാര്യങ്ങൾ, മോളെ വണ്ടിക്കൂലി. പിന്നെ ഒന്നും പറയാതിരിക്കണേണ് നല്ലത്. പിന്നെ വീട് നഷ്ടപ്പെടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞു മോനെ നമുക്ക് എങ്ങനെയെങ്കിലും വീട് വീണ്ടെടുക്കണമെന്ന് പറഞ്ഞു. ആൾ 5 ലക്ഷം രൂപയ്ക്ക് വെച്ച വീട് വരെ വീണ്ടെടുത്ത് കൊച്ചിക്ക് കിട്ടണ പൈസയിൽ നിന്ന് അങ്ങനെ അടച്ച്. ഇപ്പം വീടും ഇല്ല. പിന്നെയാണ് അറിയണം വീട്ടിൻ്റെ അടുത്ത് ഓപ്പോസിറ്റൊക്കെ ഇങ്ങനെയുള്ള രംഗങ്ങളുണ്ടെന്ന്. അപ്പം ഇനി ഇൻഷാ അല്ലാ ഒരു വീട് ആക്കണം, ഒരു വീട് ഒപ്പിക്കണം. അങ്ങനെയെങ്കിലും അങ്ങനെ അതിന് ശേഷം അവിടെ നിന്നൊക്കെ ഇറങ്ങി. ഇപ്പം ഇറങ്ങിയിട്ട് 2 വർഷമായി. ഡിവോഴ്സായിട്ട് നോമ്പാകുമ്പോൾ 1 വർഷമാവും. അങ്ങനെയൊക്കെ ആയി. പിന്നെ ആദ്യം നമ്മൾ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. അപ്പോഴും നമ്മൾ ഒരു ഡോഗും ഒരു ക്യാറ്റും ഉണ്ട്. അതിനെയൊക്കെ കളയാൻ പറ്റുമോ? അതിനെയൊക്കെ വഴിയിൽ നിന്നൊക്കെ കിട്ടിയതാണ്. പാവം കുഞ്ഞുനാളിൽ കണ്ണു തുറന്നപ്പോഴേ കിട്ടി. പിന്നെ അത് 2 ഡോഗും ക്യാറ്റും ഭയങ്കര സ്നേഹമാണ്. അവർ തങ്ങളിൽ തന്നെ നല്ല സ്നേഹമാണ്. അങ്ങനെയൊക്കെ എടുത്ത് വളർത്തി. അങ്ങനെയൊക്കെ ആയി. ഒന്നും എടുക്കാതെയൊക്കെ 2-3 തുണികളുമായിട്ടൊക്കെ അവിടെ നിന്ന് ഇറങ്ങി. സഹിക്കാൻ വയ്യാതായി. അടിയൊക്കെ കിട്ടി. അവസാനം ലാസ്റ്റ് ഓപ്പോസിറ്റുള്ള രംഗങ്ങളൊക്കെ ചോദിച്ചപ്പം നല്ലതുപോലെ അടിച്ച് കഴുത്തൊക്കെ പിടിച്ച് ഓടി. കഴുത്ത് വന്നാൽ പ്രശ്നമാണ്. എനിക്ക് തൈറോയിഡ്, അലർജിയുടെ പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ പിന്നെ ഇറങ്ങി. നമ്മൾ പറ്റാതെ ആയിപ്പോയി. അത് ഒരു പെണ്ണിനെ കൊണ്ട് ആരും സഹിച്ച് ഇങ്ങനെയൊന്നും കിടക്കൂലായിരുന്നു.
എന്നാലും ഞാൻ മക്കൾക്ക് വേണ്ടി സഹിച്ച് കിടന്നു. എടുക്കണ കുറ്റം വെക്കണ കുറ്റം എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. പിന്നെ ഇപ്പം എന്താ എൻ്റെ ലിയോയും ലെനോയും കൊണ്ട് ഞാൻ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് മാറി. ഞാനും എൻ്റെ മക്കളും കൂടെ അവിടെ വേറൊരു വീടെടുത്ത് ഇപ്പം അവിടെയാണ്. ഇതൊക്കെയാണ് കഥകൾ. ഞാൻ ഇങ്ങനെ പാചകത്തിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യണം, വീഡിയോസുകൾ കാണണം. അപ്പം അങ്ങനെ ഞാനിപ്പോൾ കാര്യം പറഞ്ഞ് ഉള്ളിയും ചുട്ട് ഇഞ്ചിയും ചുട്ടിട്ടുണ്ട്. അപ്പം ഇതിന് കമ്പിയിൽ നിന്ന് എടുത്ത് അങ്ങോട്ട് ചൂടാറിയതിന് ശേഷം കമ്പിയിൽ നിന്ന് എടുത്തിട്ട് നമുക്ക് കഷ്ണം പീസാക്കി അരിഞ്ഞ് മിക്സിയുടെ ജാറിലിടാം. മിക്സിയുടെ ജാറിലിട്ട് ഇഞ്ചി ഇച്ചിരി കൂടെ ഒന്നൊരിതാവണമെന്ന് തോന്നണം കേട്ടോ. തേങ്ങയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം ചുട്ടെടുത്തിട്ടുണ്ട്. എന്നിട്ട് തേങ്ങ കഷ്ണമാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. കറണ്ട് പോകുമ്പോൾ പെട്ടെന്ന് ശരിയാക്കി കേട്ടോ. അപ്പം ഈ വലിയ ഉള്ളി ഒന്ന് പീസാക്കി കൊടുക്കാം. ഇതെല്ലാം മിക്സിയുടെ ജാറിലിട്ടിട്ട് മുളക് പൊടി ശരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി ലേശം ഉപ്പ് ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണേ. അപ്പം ഇനി എന്ത് ചെയ്യാം, ഉപ്പിട്ടിട്ട് പുളിയും കൂടെ അതിലോട്ട് ഇട്ട് കൊടുക്കാം. പുളി ഇതിലോട്ടിട്ട് കൊടുക്കാം. വേണ്ട പുളി അത് മതിയാവും. പുളി തോന്നണം, പുളിപ്പ് കാണുമായിരിക്കും. അല്ലെങ്കിൽ ഒരു ശകലം കൂടെ ഇടാം. അങ്ങനെ പുളിയും ഇട്ടിട്ടുണ്ട്. കറണ്ട് പോകുന്നു. പെട്ടെന്ന് ഇതിനെ അരച്ച് റെഡിയാക്കി എടുക്കാം. നോക്കട്ടെ, ഇപ്പോഴൊന്നും അരയില്ല. ഇച്ചിരി നേരം. ഇത് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതെല്ലാവരും ഉണ്ടാക്കണേ. ലേനോ വന്നിട്ട് മിണ്ടാതെ കിടക്കുന്നു. അരി കറണ്ട് അടുപ്പിൽ വെന്ത് കിടക്കണം. ഇപ്പം ഇങ്ങനെ പൊടിഞ്ഞതേ ഉള്ളൂ. ഇനി ഇതിന് വേണ്ട പൊടിഞ്ഞേ ഉള്ളൂ. ശകലം കൂടെ പുളിപ്പ് വേണം. ഉപ്പുണ്ട്, ഇച്ചിരി കൂടെ പുളി ഇട്ട് കൊടുക്കാം. പുളി ഇട്ടിട്ട് കുറച്ചുകൂടെ ടേസ്റ്റാണ്. അമ്മിയിൽ നല്ല ഇതാണ്. ഇതിന് പറയുന്ന തേങ്ങയും ഇഞ്ചിയും ഉള്ളിയും കൂടെ ചേർത്ത് ചുട്ടരച്ച ചമ്മന്തി. പിന്നെ അതിലോട്ട് പുളിയും ഉപ്പും ചേർത്ത് മുളക് പൊടിയും കൂടെ ചേർത്ത് ഇതിൻ്റെ അടപ്പിലൊക്കെ പറ്റിയിരിക്കും. തേങ്ങയ്ക്ക് എന്തോ ഒരു വില, ഭയങ്കര വില. ഞാൻ ഇപ്പം ഒരാഴ്ചക്കകത്ത് വെച്ച് മേടിച്ചപ്പോൾ 75 രൂപയായിരുന്നു. ഇപ്പം ഇനി കൂടിയാന്ന് അറിയാൻ വയ്യ. തേങ്ങയൊന്നും ഇല്ല, തെങ്ങും ഇല്ല. വാടക വീട്ടിൽ എന്തേലും. അപ്പം ഇനി ഇത് അരച്ചെടുത്തിട്ട് കാണാം. അപ്പം ചുട്ടരച്ച് ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. അപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത് കേട്ടോ. എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം ചുട്ടരയ്ക്കണതല്ലേ. അപ്പം ഈ കളറിലാണ് ഇരിക്കുന്നത്. ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. തേങ്ങയും ഇഞ്ചിയും ഉള്ളിയും എല്ലാം കൂടെ ചുട്ട് പുളിയും മുളക് പൊടിയും ഉപ്പും എല്ലാം കൂടി വെച്ച് അരയ്ക്കുന്നതാണ്. നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇതുണ്ടാക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ.